നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കും. റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ പോരാട്ടം. ഫുട്ബോൾ ലോകം ഈ വർഷത്തെ ആദ്യത്തെ എൽ ക്ലാസിക്കോയുടെ പൊലിവിലാണ്, നിറവിലാണ്. ഈ ഘട്ടത്തിൽ ആരാണ് ഫേവറേറ്റ്സ്? ഈ കിരീടം ചൂടാൻ ഏറ്റവും സാധ്യതയാർക്കാണ്? പറയൂ. ഓരോ ഫുട്ബോൾ പ്രേമിക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. നിലവിലെ ബാഴ്സ മികച്ച രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നതാണ് വിലയിരുത്തൽ. രണ്ട് കോച്ചുമാരോടും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ ചോദ്യം ചോദിക്കുന്നു: ആരാണ് ഫേവറേറ്റ്സ്? ബാഴ്സയല്ലേ ഫേവറേറ്റ്സ്? ചോദ്യം ഹാൻസി ഫ്ലിക്കിനോട്. ഫ്ലിക്കിന്റെ മറുപടി എന്താ? ഫ്ലിക്ക് പറയുന്നു, നോ, ഞാൻ അങ്ങനെ കരുതുന്നില്ല, അങ്ങനെ പറയുന്നത് ഞാൻ കെയർ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഇത് കളിക്ക് മുമ്പ് പറയുന്ന വാക്കുകളല്ലേ? ഫൈനലുകൾ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായ മത്സരങ്ങളാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഫൈനലിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച്. പക്ഷേ റയൽ മാഡ്രിഡ് ഒരു ഗ്രേറ്റ് ടീമാണ്, ഞങ്ങളും ഗ്രേറ്റ് ടീമാണ്. അതുകൊണ്ട് ദി ഹോൾ വേൾഡ് ഈസ് വാച്ചിങ്. എല്ലാവർക്കും കാണേണ്ടത് ഈ ഫൈനൽ മത്സരമാണ്. മികച്ചൊരു പോരാട്ടം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദി ക്ലാസിക്കോ ഈസ് വാട്ട് ദി ഹോൾ വേൾഡ് വാണ്ട്സ് ടു വാച്ച്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുത്ത് ഈ മത്സരം വിജയിക്കാൻ പരിശ്രമിക്കും. ആൻഡ് ദാറ്റ്സ് വൈ വി ഡോണ്ട് ലിസൺ ടു ദീസ് തിങ്സ്. ഇങ്ങനെയുള്ള ഫേവറിറ്റുകളല്ല, ഇതിന് ഞങ്ങൾ ചെവി കൊടുക്കുന്നേയില്ല എന്ന് ഹാൻസി ഫ്ലിക്ക് പറയുന്നു. അതേസമയം തന്നെ സാബി അലോൺസോയുടെ ഈ ചോദ്യം, പക്ഷെ അത് വ്യത്യസ്തമായ രൂപത്തിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആളുകൾ പറയുന്നല്ലോ നിങ്ങളല്ല ഫേവറിറ്റ്സ് എന്ന്, ബാഴ്സയാണ് ഫേവറിറ്റ്സ് എന്നാണല്ലോ ആളുകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി, എന്തും സംഭവിക്കാം. ആര് ഫേവറിറ്റ്സ് ആണെന്നുള്ളതിൽ ഒരു പ്രാധാന്യവുമില്ല. ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നാളത്തെ മത്സരത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ സാബി അലോൺസോ പറയുന്നു. അതോടൊപ്പം തന്നെ സാബി അലോൺസോയോട് ചോദിക്കുന്നുണ്ട്, ഈ ടീം ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ലല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾക്കെന്തും പറയാം. പക്ഷേ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ്. ഞങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മികച്ച പോരാട്ടം നടത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതുകൂടി സാബി അലോൺസോ പറയുന്നത്. അപ്പോൾ നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കാം. അല്ലെങ്കിലും എൽ ക്ലാസിക്കോ ഫൈനൽ വരുമ്പോൾ ഫേവറിറ്റ്സ് എന്ന വാക്കിന് എന്ത് പ്രാധാന്യമിടും? വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.